അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ 8 മണിക്ക് സിവിൽ ആപ്പ് നോട്ടിഫിക്കേഷൻ കണ്ട് എണീറ്റു. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. LSTD AE ഓവർസിയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാൻ പോയിരുന്നു. എന്തെങ്കിലും ഈസി ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി നേരെ ഞാൻ ഹാൻഡ് റൈറ്റൻ നോട്ട്സ് എടുത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് തുറന്ന് അതിലെ ഓപ്പൺ ചാനൽ ഫ്ലോ ഒറ്റ ഇരിപ്പിന് പഠിച്ചു ചേർത്തു. അത് കഴിഞ്ഞ് ഞാൻ MCQ ബുക്കിൽ നിന്ന് RCCയിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു. അപ്പോഴേക്കും ഉച്ചയായി, അമ്മ എന്നെ ചോറ് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ കുറച്ച് ട്രയൽ PSC എക്സാം എഴുതാമെന്ന് കരുതി. അങ്ങനെ ഞാൻ സിവിലിയൻസിന്റെ PYQ ബുക്ക് എടുത്ത് 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചു. സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റാങ്ക് കിട്ടി. ഇനി കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാം നോക്കാമെന്ന് വെച്ചപ്പോൾ അവിടെയും സിവിലിയൻസ് എന്നെ വെറുതെ വിട്ടില്ല. ദാ കിടക്കുന്നു ഇന്നത്തെ പോൾസ്. ഒറ്റ ഇരിപ്പിന് ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലെയും ടെലഗ്രാമിലെയും എല്ലാ പോൾസും ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞ് ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് കരുതി ഞാൻ ക്വിക്ക് റെഫറൻസ് ബുക്ക് എടുത്തു. മുഴുവൻ ഇരുന്ന് റിവൈസ് ചെയ്തു. അപ്പോഴേക്ക് സന്ധ്യയായി. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഇരുന്നപ്പോഴേക്കും എൻ്റെ മെൻറ്റർ വിളിച്ചു. മെൻറ്ററിൻ്റെ മോട്ടിവേഷൻ്റെ ചൂടിൽ അപ്പം തന്നെ പഠിക്കാമെന്ന് വെച്ചു. ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വെച്ച് ഞാൻ സിവിൽ ആപ്പിൽ നിന്ന് അഭിജിൻ സാറിൻ്റെ essay ക്ലാസ്സും യമുന മിസ്സിൻ്റെ സർവേ ക്ലാസ്സും ഇരുന്ന് കണ്ടു. ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രാത്രി 9 മണിയായി. അപ്പോഴാണ് എനിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് ഡൗട്ട്സ് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ രാത്രിയാണെന്നൊന്നും ഓർക്കാതെ ശ്രുതി മിസ്സിനെ വിളിച്ച് അത് ഡൗട്ട് ചോദിച്ചു. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഇന്ന് പഠിച്ച സബ്ജക്റ്റിൻ്റെ എല്ലാം ഷോർട്ട് നോട്ട്സ് എടുത്ത് റിവൈസ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ന് വലിയ മൂടൊന്നും ഇല്ലായിരുന്നു പഠിക്കാൻ. അപ്പോൾ ശരി, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗൈസ്, ഗുഡ് നൈറ്റ്.